പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ അമ്മയാണ്. വിശ്വാസികളുടെ അമ്മ നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഈശോ ഇങ്ങനെ വല്ലാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനൊക്കെ പരിശുദ്ധ അമ്മ സഹായിക്കും. വിശ്വാസികളുടെ മാതാവാണ് പരിശുദ്ധ കന്യാമറി. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണെങ്കിൽ വിശ്വാസികളുടെ മാതാവ് പരിശുദ്ധ അമ്മയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ദൈവത്തിൻ്റെ വചനത്തെ കണ്ണുമൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. എന്താ പറയുക, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വരും, എൻ്റെ ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കോളൂ എന്നുള്ളൊരു ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഹെബ്രായർ 11:6 നമ്മൾ എന്താ പറയുക, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസം കൊണ്ട് പരിശുദ്ധ കന്യാമറിയം ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ ഇടം പിടിച്ചു. വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ ഇടം പിടിച്ചു. വിശ്വാസത്തിൻ്റെ അമ്മ. നമ്മളും വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സംശയിക്കപ്പെട്ട മാതൃത്വം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടും. വല്ലാതെ സാമൂഹികമായിട്ടുള്ള വേദനയിലൂടെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിലൂടെ ഒക്കെ കടന്നു പോകാനിടയുള്ള ഒരു വലിയൊരു ശിക്ഷയിലൂടെയൊക്കെ കടന്നു പോകാനിടയുള്ള ഒരു സംശയിക്കപ്പെട്ട മാതൃത്വത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. പക്ഷേ എന്തൊക്കെ റിസ്ക്, എന്തൊക്കെ പീഡകൾ, എന്തൊക്കെ സഹനങ്ങൾ മുന്നിൽ കണ്ടാലും പരിശുദ്ധ അമ്മ ദൈവത്തോട് ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും പ്രഖ്യാപിക്കാനും പ്രഘോഷിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, ആ മുഖത്ത് ഒരു ധൈര്യമുണ്ടായിരുന്നു, അത് വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടായിരുന്നു. ആ നിണവടികളൊക്കെ ഈശോയുടെ പിന്നാലെ പോയി പരിശുദ്ധ അമ്മ വിശ്വാസം തെളിയിച്ചെന്നുള്ളതാണ്. വിശ്വാസം തെളിയിക്കപ്പെടുന്നത് സഹനത്തിൻ്റെ സമയത്താണ്. അങ്ങനെ വിശ്വാസികളുടെ മാതാവാണ്, വിശ്വാസികളുടെ ആലംബമാണ് പരിശുദ്ധ കന്യാമറിയം. അപ്പം ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധ അമ്മയെ വിശ്വാസം വർദ്ധിക്കാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.